നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രതീക്ഷ കൈവിടാതെ ലോകം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ മോചനത്തിനായി മാനുഷിക പരിഗണനയിൽ ഇടപെടൽ നടത്താൻ തയ്യാറാണ് എന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി. ഇന്ത്യ സന്ദർശനത്തിനിടയിലാണ് മുതിർന്ന ഇറാൻ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി രംഗത്ത് വരുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ കാര്യത്തിൽ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല എന്നായിരുന്നു യമനിൽ നിമിഷയുടെ മോചനത്തിനായി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകനായ സാമുവൽ ജെറോം പ്രതീക്ഷ പങ്കുവച്ചതും. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിൽ അദ്ദേഹം വിശ്വാസം വീണ്ടെടുക്കുവാൻ ശ്രമങ്ങൾ തുടരുന്നുവെന്നും ഒരു ഇന്ത്യക്കാരിയെ യമന്റെ മണ്ണിൽ നിന്നും മരിക്കാതിരിക്കാൻ അവസാനം വരെ പ്രവർത്തിക്കുമെന്നുമായിരുന്നു സാമുവൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. പ്രസിഡന്റ് ശിക്ഷ ശരിവെച്ചാലും കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബത്തിന് ദയാദാനം സ്വീകരിച്ച് മാപ്പ് നൽകാനുള്ള അവകാശമുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇപ്പോഴും യമനിൽ തുടരുകയാണ്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൈകോർത്തുകൊണ്ട് മകളെ രക്ഷിക്കാൻ ഇടപെടണമെന്ന് പ്രേമകുമാരി അഭ്യർത്ഥിച്ചിരുന്നു. ദയാദാനം അടക്കമുള്ള കാര്യങ്ങൾ തലാലിന്റെ കുടുംബം ഇപ്പോഴും ഒത്തുതീർപ്പിലേക്ക് എത്താൻ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. 2017 നിമിഷപ്രിയ യമൻ സ്വദേശി കൊല്ലപ്പെട്ട കേസിൽ ജയിലിലാകുന്നതും. നഴ്സായ നിമിഷപ്രിയയ്ക്കൊപ്പം ക്ലിനിക്ക് നടത്തുന്നതിൽ പങ്കാളിയായിരുന്നു കൊല്ലപ്പെട്ട തലാൽ. 2018 വധശിക്ഷ വിധിക്കുന്നതും. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ എംബസി നിയോഗിച്ച അഭിഭാഷകൻ അബ്ദുള്ള അമീർ ചർച്ചകൾ ആരംഭിക്കാൻ രണ്ടാം ഗഡുവായി $20,000 കൂടി, അതായത് ഏകദേശം 16.60 ലക്ഷം രൂപ ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ തുക കൈമാറിയാലേ ചർച്ചകൾ തുടങ്ങുമെന്നും അറിയിച്ചതോടെയാണ് മോചന ശ്രമം വലിയ രീതിയിൽ നിലച്ചതും. ആദ്യ ഗഡുവായി $19,871 ചെക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴി കഴിഞ്ഞ ജൂലൈ 4 അഭിഭാഷകന് കൈമാറിയിരുന്നു. ആകെ $40,000 ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടതെന്നും ഇത് 2 ഗഡുവായി നൽകണമെന്നും തുടക്കത്തിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്ന നിലപാടിലായിരുന്നു അഭിഭാഷകൻ. ആദ്യ ഗഡു തുക വിവിധ പ്രദേശങ്ങളിലെ ജനകീയ പിരിവ് വഴി ശേഖരിച്ചതായിരുന്നു. ഈ തുക ഏതു രീതിയിലാണ് വിനിയോഗിച്ചതെന്ന് അറിയാതെ എങ്ങനെയാണ് അടുത്ത ഗഡു ശേഖരിക്കുക എന്നതാണ് ധനശേഖരണത്തിന് മുൻകൈയെടുത്ത സേവ് നിമിഷപ്രിയ രാജ്യാന്തര ആക്ഷൻ കൗൺസിലിലെ പ്രവർത്തകർ ചോദിച്ചതും. തലാലിന്റെ കുടുംബവും ഗോത്ര തലവന്മാരും മാപ്പ് നൽകാതെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമായിരുന്നില്ല. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയെ യമൻ തലസ്ഥാനമായ സനായിൽ എത്തിച്ചിട്ട് 5 മാസം കഴിഞ്ഞു. സനായിൽ സേവ് ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രവാസി സാമൂഹിക പ്രവർത്തകൻ സാമുവൽ ജെറോമിന്റെ വസതിയിലായിരുന്നു പ്രേംകുമാരി ഉള്ളത്. ജോലി തേടി പുതിയ ജീവിതം തേടി നാടുവിട്ട മലയാളി യുവതി അവിടെ അവൾക്ക് വിധിക്കപ്പെട്ടത് വധശിക്ഷയാണ്. നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിരിക്കുന്നു. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം. അതിനിടയിലാണിപ്പോൾ വധശിക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതും. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ. തലാൽ അബ്ദു മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ്. കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെയാണ് വിവാഹം കഴിച്ചത്. 2012 നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയതും. ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലുമായി ജോലി തേടിയിരുന്നു. അതിനിടെയാണ് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹനിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിക്കുന്നത്. യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ ഒരു ക്ലിനിക്ക് ആരംഭിക്കാനാകില്ല എന്നതിനാൽ മാത്രമാണ് മഹദിയുടെ സഹായം തേടിയതും. ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യം എല്ലാം തന്നെ മഹദിക്ക് കൈമാറിയിരുന്നു. ബിസിനസ്സിൽ കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ തന്നെ നിമിഷയും ഭർത്താവും അതുപോലെ തന്നെ അവരുടെ മകളും ഒത്ത് നാട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷം മാത്രമായിരുന്നു. ബിസിനസ് പച്ചപിടിക്കുമെന്നും മഹദി ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം. നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചതെങ്കിലും പിന്നീട് യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്ര മുടങ്ങുകയായിരുന്നു. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യം മാന്യമായി ഇടപെട്ടിരുന്ന തലാൽ പിന്നീട് അദ്ദേഹത്തിന്റെ സ്വഭാവം പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറുകയായിരുന്നു. തലാലുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണ് എന്ന് പലരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. പിന്നീട് ഭീഷണിപ്പെടുത്തി മത ആചാരപ്രകാരം തന്നെ വിവാഹം നടത്തുകയും ചെയ്തു. ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവനും തലാൽ സ്വന്തമാക്കുകയായിരുന്നു.
അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് തട്ടിയെടുക്കുകയും സ്വർണമെടുത്ത് വിൽക്കുകയും ചെയ്തിരുന്നു. അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ തലാൽ മർദ്ദനത്തിനിരയാക്കുകയും ചെയ്തിരുന്നു. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ തലാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നായിരുന്നു നിമിഷപ്രിയ വാദിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.